ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനിത് നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്ന തേങ്ങാപ്പാലിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു അടിപൊളി ഐറ്റം ആണല്ലോ തേങ്ങാപ്പാൽ. അപ്പോൾ നമുക്കിത് വീട്ടിൽ സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളൂ കേട്ടോ. പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റും. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴാണ് കറക്റ്റായിട്ടുള്ള ഇൻഗ്രീഡിയൻസും എടുക്കാനും കറക്റ്റായിട്ട് ചെയ്തെടുക്കാനും നമുക്ക് പറ്റുള്ളൂ കേട്ടോ. കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടാമെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി നമുക്കതിൻ്റെ റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ അതിലേക്ക് വേണ്ടിയിട്ടൊരു ഡോ റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഒരു വലിയൊരു ബൗളെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഏകദേശം 250 ml കപ്പ് തന്നെയാണ് കേട്ടോ. ഈ ഒരു കപ്പ് ഇതിൽ 4 കപ്പ് മൈദ എടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ വലിയൊരു സൈസിലുള്ള ബണ്ണെണ്ണയാണ് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെറുതൊക്കെ ഉണ്ടാക്കാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പകുതി മാത്രം എടുത്താൽ മതി. അപ്പോൾ 4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1.5 ടീസ്പൂൺ ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളതിൽ ചെറിയ തരിയോട് കൂടിയിട്ടുള്ള ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഈസ്റ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതിന് പകരം അപ്പോൾ ഈ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ട് നമുക്കിത് ഡയറക്റ്റായിട്ട് പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിന് പകരം നിങ്ങളുടെ കയ്യിൽ വലിയ തരിയോട് കൂടിയിട്ടുള്ള ഡ്രൈഡ് ഈസ്റ്റ് ഉണ്ടല്ലോ, അതാണെങ്കിൽ 1 ഗ്ലാസ് കുറച്ച് വെള്ളം, ഇളം ചൂടുള്ള വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഈസ്റ്റും 1 ടീസ്പൂൺ ഈസ്റ്റും 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്ത് ഒരു 10 മിനിറ്റൊക്കെ മാറ്റി വെക്കട്ടെ. അപ്പോഴേക്കും നന്നായിട്ട് തന്നെ പൊങ്ങി വരും. അതിനുശേഷം ആ ഒരു ബാറ്റർ ഈ ഒരു മാവിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ ഈ ഒരു ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ട് ഡയറക്റ്റ് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1.5 ടീസ്പൂൺ ഈസ്റ്റും അതിനെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഈ മാവ് ഇളം ചൂടുള്ള വെള്ളത്തിൽ വേണം കുഴച്ചെടുക്കാൻ. ഇളം ചൂടുള്ള പാലായാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാനിപ്പോൾ ഇളം ചൂടുള്ള വെള്ളമാണ് എടുത്തിട്ടുള്ളത്. പാല് കയ്യിലില്ലാത്തതുകൊണ്ട് വെള്ളമാണ്. ഇനിയിപ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ 2 ടീസ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ വെള്ളത്തിൽ. അപ്പോൾ ഒരു പാലിൻ്റെ ടേസ്റ്റ് ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ രീതിയിൽ ചെയ്തെടുക്കുന്നത്. പാല് കയ്യിലുണ്ടെങ്കിൽ പാലിനെ എടുക്കട്ടെ. അപ്പോൾ ചെറിയൊരു ചൂട് മാത്രമേ പാടുള്ളൂ. നമ്മളിങ്ങനെ വിരലൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് സഹിക്കാൻ പറ്റുന്ന ചെറിയൊരു ചൂട് മാത്രമേ പാടുള്ളൂ കേട്ടോ. ഓവർ ചൂടുണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ഈസ്റ്റ് ശരിക്കും ആക്റ്റീവ് ആവാതെ ഡെഡായി പോകും കേട്ടോ. അപ്പോൾ അത് ആ ഒരു വെള്ളത്തിൻ്റെ ചൂട് ശ്രദ്ധിക്കാം. അപ്പോൾ ഇളം ചൂടുള്ള വെള്ളത്തിൽ വേണം ഈ ഒരു ബാറ്ററി കുഴച്ചെടുക്കാൻ. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് തന്നെ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര ആദ്യം ചേർത്ത് കൊടുക്കാൻ മറന്നു പോയതാണ് കേട്ടോ. അപ്പോൾ പഞ്ചസാര എന്തായാലും ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഈ ആ ഒരു ഇളം ചൂടുള്ള വെള്ളം ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ആദ്യം കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത്യാവശ്യം തിക്കായിട്ടുള്ള മാവാക്കി എടുക്കണം കേട്ടോ. ഓവർ വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കി എടുക്കരുത്. നമുക്ക് നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ട് വേണം ഇത് സോഫ്റ്റാക്കി എടുക്കാൻ. അപ്പോൾ കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാം. അപ്പോൾ ഡ്രൈഡ് ഈസ്റ്റ് ഉപയോഗിക്കുകയാണെങ്കിലും അത് വെള്ളത്തിലോ പാലിലോ ഒക്കെ ഇട്ട് വെക്കുന്ന സമയത്തും ശ്രദ്ധിക്കട്ടെ. ചെറിയൊരു ചൂട് മാത്രമേ പാടുള്ളൂ. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇത് കുഴച്ചെടുക്കാം. അപ്പോൾ അത്യാവശ്യം ഞാൻ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് കൗണ്ടർ ടോപ്പിലിട്ട് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ കൗണ്ടർ ടോപ്പ് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യാം. അപ്പോൾ കൗണ്ടർ ടോപ്പ് നന്നായിട്ട് തന്നെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ആ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം കേട്ടോ. ഈ ഒരു മാവ് കുഴച്ചെടുക്കുന്ന സ്റ്റെപ്പാണ് ഇതിൽ കാര്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അത്യാവശ്യം ടൈറ്റായിട്ടുള്ള രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് മാവ് റെഡിയാക്കി എടുക്കുക. അതിനുശേഷം ഇതുപോലെ കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചിട്ട് വേണം ഇത് സോഫ്റ്റാക്കി എടുക്കാൻ. അല്ലാതെ ഈ ഒരു രീതിയിൽ 2 കൈ വെച്ചിട്ടും വലിച്ച് കൊടുക്കുന്ന രീതിയിൽ ഇത് കുഴച്ച് കൊടുക്കട്ടോ. നമ്മൾ കാണുന്ന സമയത്ത് ഇത് ഭയങ്കര ടഫായിട്ടൊക്കെ തോന്നും, പക്ഷേ ഇത് സിമ്പിളാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ 2 കൈ വെച്ചിട്ടും നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് കാണുമ്പോൾ ടെൻഷനാവൊന്നും വേണ്ട കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ കുഴച്ചെടുക്കാൻ പറ്റുന്ന പരിപാടി തന്നെയാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി കിട്ടും. അപ്പോൾ 5 മിനിറ്റ് 10 മിനിറ്റൊക്കെ ഇത് അത്യാവശ്യം ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ അധികം നമ്മൾക്ക് പ്രഷർ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, മൈദയല്ലേ. അത് നമുക്ക് സിമ്പിളായിട്ട് തന്നെ കുഴച്ചെടുക്കാനുള്ളതേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഏകദേശം ഒരു 10 മിനിറ്റൊക്കെ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് മതി കേട്ടോ. അപ്പോൾ നമുക്ക് തന്നെ തൊട്ട് നോക്കുമ്പോൾ മനസ്സിലാവും നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആയിട്ടുണ്ടാവുണ്ടല്ലോ. ഈ രീതിയിൽ നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കുക.
ഇനിയിപ്പോൾ ഇതൊരു 2-3 മണിക്കൂറൊക്കെ നമുക്കിത് പൊങ്ങാനായിട്ട് വയ്ക്കണം കേട്ടോ. ഈസ്റ്റൊക്കെ ഇട്ടുകൊണ്ട് നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ അതിൽ പാത്രത്തിലേക്ക് നന്നായിട്ട് ഓയിൽ ആക്കി കൊടുത്തിട്ട് അതിലേക്ക് മാവ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം വലിയ പാത്രത്തിൽ തന്നെ വെച്ച് കൊടുക്കുക. അത്യാവശ്യം അതൊന്ന് പൊങ്ങി വരാനുള്ള സ്പേസ് ആ പാത്രത്തിൽ ഉണ്ടാവണം കേട്ടോ. അതിന് ഇതുപോലെ ഒന്ന് ഷേപ്പാക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടെ ഓയിലാക്കി കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഞാനിപ്പോൾ ഒരു ക്ലോത്ത് നനച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്, ഡ്രൈ ആവാതിരിക്കാൻ. അല്ലെങ്കിൽ നല്ലൊരു ലിഡ് വെച്ചിട്ട് മൂടി കൊടുത്താലും മതി. അപ്പോൾ ഏകദേശം 2-3 മണിക്കൂറൊക്കെ ഇത് മാറ്റി വെക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഒരു ക്ലോത്ത് നനച്ചിട്ട് അത് വെച്ച് കൊടുക്കുകയാണ്. ഇനി ഇതിലെ ചൂടുള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ പൊങ്ങി കിട്ടും കേട്ടോ. അപ്പോൾ ഒരു 1-2 മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയായി കിട്ടും. ഇപ്പോൾ അത്യാവശ്യം ചൂടുള്ളൊരു ക്ലൈമറ്റില്ലേ നമ്മളത്, അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടും. ഇനിയിപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ഒക്കെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ താഴെ ബൗളിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഒരു തേങ്ങ മുഴുവനായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ ബണ്ണല്ല ഉണ്ടാക്കിയെടുക്കുന്നത്, അപ്പോൾ അത്യാവശ്യം ഫില്ലിങ്ങും വേണം. ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. 3 കളറിലുള്ള ടൂട്ടി ഫ്രൂട്ടിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരിയും അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ചെറീസൊക്കെ കയ്യിലുണ്ടെങ്കിൽ അതും നമുക്കതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഇനി അതിൻ്റെ കൂടെ തന്നെ 2 നുള്ള ഉപ്പ്, ആ ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാനായിട്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കണം. ഈ ഒരു ബണ്ണിൻ്റെ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടാൻ നെയ്യ് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഫില്ലിങ് ഈ രീതിയിൽ തന്നെ വേണമെന്നില്ല, നമ്മുടെ കയ്യിലുള്ളതിനനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാം. തേങ്ങയും പഞ്ചസാരയും മാത്രം ഇട്ടിട്ടായാലും നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെയൊക്കെ റെഡിയാക്കി എടുക്കുമ്പോൾ കാണാനും ഒരു ഭംഗിയാണ് എന്ന് മാത്രം. അപ്പോൾ ഉണ്ടല്ലോ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉണ്ടല്ലോ ഫില്ലിങ് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ഇടുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. ഇനി ചെറീസൊക്കെ കയ്യിലുണ്ടെങ്കിൽ അത് കട്ട് ചെയ്തിട്ടതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഏകദേശം 1.5 മണിക്കൂറൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും മാവ് നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ നമ്മൾ വിറകടുപ്പുണ്ടല്ലോ ആ ഒരു ഭാഗത്താണ് ഇത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ഭാഗം എപ്പോഴും നല്ല ചൂടല്ലേ, അപ്പോൾ ആ ഒരു ചൂടുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ്, ചൂടുള്ള ഒരു ക്ലൈമറ്റ് കൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. ഇനി ഇതുപോലെ ഒന്ന് കൈവച്ചിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇത് ഞാനിപ്പോൾ കൗണ്ടർ ടോപ്പിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇത് ഓവർ കുഴച്ചെടുക്കൊന്നും വേണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മാത്രം മതി. കൈവച്ചിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്താൽ മാത്രം മതി, കുഴച്ചെടുക്കണ്ട. ഇനിയിപ്പോൾ ഇതില്ലേ നമുക്ക് 2 പോർഷനാക്കി മാറ്റിയെടുക്കണം. അപ്പോൾ ഒരു പോർഷന് ചെറുതും ഒന്ന് വലുതും 2 രീതിയിലാണ് കേട്ടോ. ഈക്വലായിട്ട് മുറിച്ചെടുക്കരുത്, ചെറുതും വലുതുമായിട്ട് മുറിച്ചെടുക്കുക. ഇതുപോലെ 2 പീസാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ വലിയ പീസ് നമുക്ക് മാറ്റി വെക്കട്ടെ, അത് മുകളിൽ വെച്ചെടുക്കാനാണ്. അപ്പോൾ ചെറിയ പീസാണ് താഴെ ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു പാനിലാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. അതിന് അതിലേക്ക് കുറച്ച് നെയ്യ് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാൻ ആയതുകൊണ്ട് വല്ലാതെ അടിയിലേക്കൊന്നും പിടിക്കില്ല കേട്ടോ. എന്നാലും കുറച്ച് നെയ്യ് തടവി കൊടുക്കുന്നത് നല്ലതല്ലേ. അപ്പോൾ കുറച്ച് നെയ്യാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ചെറിയ ആ ഒരു പോർഷന് അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് കൈ വെച്ചെടുത്തപോലെ നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് സോഫ്റ്റാക്കി കുഴച്ചെടുത്തതൊക്കെ അല്ലേ, അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് പരത്തിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ പരത്തിയെടുക്കുമ്പോൾ എല്ലാ ഭാഗവും ഈക്വലായിട്ടുള്ള കനത്തിൽ വേണം പരത്തിയെടുക്കാൻ. അപ്പോൾ ഉണ്ടല്ലോ ഈ ഒരു രീതിയിൽ പരത്തിയെടുക്കുക. എല്ലാ ഭാഗവും ഒരേ തിക്നെസ്സിൽ വേണം കേട്ടോ അത് പരത്തിയെടുക്കാൻ. ഇനി നമുക്കതിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി ചെയ്തെടുക്കുമ്പോൾ അത്യാവശ്യം കൂടുതൽ തന്നെ ഫില്ലിങ്സ് ഉണ്ടാവണം കേട്ടോ. അപ്പോഴാണ് കഴിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുക. പിന്നെ ഫില്ലിങ്സ് വെച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ അരികു ഭാഗത്തേക്കൊന്നും ആവാത്ത രീതിയിൽ വേണം കേട്ടോ വെച്ചെടുക്കാൻ. ഉണ്ടല്ലോ ഫില്ലിങ്സും എല്ലാ ഭാഗവും ഈക്വലായിട്ട് തന്നെ പരത്തി കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ള ഫില്ലിങ്സ് മൊത്തമായിട്ട് തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫില്ലിങ്സ് കൂടുതൽ തന്നെ ഉണ്ടാകുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഉണ്ടല്ലോ ഈ ഒരു രീതിയിൽ ഫില്ലിങ്സ് വെച്ച് കൊടുത്ത് സെറ്റാക്കി എടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് ആ വലിയ പോഷൻ മാറ്റിയതുണ്ടല്ലോ അത് നന്നായിട്ട് തന്നെ ഇതുപോലെ വേറൊരു പ്ലേറ്റിൽ വെച്ചിട്ടോ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടോ ഒന്ന് പരത്തിയെടുക്കാം. അതിന് ശേഷം വേണം അതിൻ്റെ മുകളിലേക്കായിട്ട് വെച്ച് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ അത് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ മുകളിലേക്കായിട്ട് വെച്ച് കൊടുക്കാം.
ഇനി താഴെ ഭാഗത്തുള്ള ആ ഒരു കണ്ടോ ഇതുപോലെ ഒന്ന് അടിഭാഗത്തേക്കായിട്ട് മുകളിലുള്ളത് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വേണ്ട കറക്റ്റായിട്ട് നിൽക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ബേക്ക് ചെയ്ത് വരുന്ന സമയത്ത് അത് പൊട്ടിപ്പോവാനും ഉള്ളിലുള്ള ഫില്ലിങ്സ് ഒക്കെ പുറത്തേക്ക് വരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക, അടിഭാഗത്തേക്കായിട്ടൊന്ന് മടക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് കൈ വെച്ചിട്ടൊന്ന് അമർത്തി കൊടുക്കണം കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് അടിഭാഗം ഒന്ന് ഒട്ടി നിന്നോളൂ. അപ്പോൾ ഉണ്ടല്ലോ ഇതുപോലെ നന്നായിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തിട്ടെടുക്കുക. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് ഒരു എഗ്ഗിൻ്റെ യെല്ലോ പോർഷനാണ് കേട്ടോ, എഗ് യോക്കാണ്. അതെടുത്തിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. നല്ലൊരു ഗ്ലൈസിങ്, ഒരു ഗോൾഡൻ കളറിലെ ഗ്ലൈസിങ് കിട്ടാനാണ് കേട്ടോ ഇത് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് എള്ളുണ്ടല്ലോ, വെളുത്ത കളറുള്ള എള്ള് ഒക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ, കാണാനുള്ള ഭംഗിക്ക്. അപ്പോൾ ഇതാ ഒന്നായിട്ട് തന്നെ ആ ഒരു എഗ് യോക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് കൂടെ നമുക്കൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇത് ഏകദേശം ഒരു 10 മിനിറ്റൊക്കെ ഞാനിതുപോലെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടല്ലോ ആ ഒരു മാവ് ഒന്നുകൂടെ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഞാനിപ്പോൾ ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ടാണ് കേട്ടോ ബേക്ക് ചെയ്തെടുക്കുന്നത്. അതിന് പകരം നമുക്ക് കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന പോലെ ഒരു പാത്രത്തിലൊക്കെ വെച്ചിട്ട് ഓവനിൽ വെച്ചിട്ടൊക്കെ ബേക്ക് ചെയ്തെടുക്കാം. കറക്റ്റ് ഇത് ഓവനിൽ വെച്ച് ഉണ്ടാക്കുമ്പോൾ കേട്ടോ കറക്റ്റായിട്ടുള്ള ആ ഒരു രീതിയിൽ റെഡിയാക്കി കിട്ടുക. അപ്പോൾ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ ചെയ്യട്ടെ. അപ്പോൾ അതിൻ്റെ അടിഭാഗത്തായിട്ട് ഒരു പഴയ പാനോ ഒരു പഴയ തട്ടമൊക്കെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് വേണം ഈ പാന് വെച്ച് കൊടുക്കാൻ. അതിനുശേഷം അടച്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ ഡയറക്റ്റായിട്ട് അതിൻ്റെ ഫ്ലെയിം പാനിൽ വരാത്ത രീതിയിൽ വേണം കേട്ടോ അത് വേവിച്ചെടുക്കാൻ. കണ്ടല്ലോ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുക. പഴയ പാനോ തട്ടോ എന്തെങ്കിലും അതിൻ്റെ താഴെ വെച്ച് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഒരു 15 മിനിറ്റൊക്കെ മതി കേട്ടോ. അപ്പോൾ ആദ്യം 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. അതിനുശേഷം 10 മിനിറ്റ് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ബേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ 15 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അതാണ് കേട്ടോ കറക്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അപ്പോൾ ഓവനൊക്കെ ആകുമ്പോൾ എല്ലാ ഭാഗവും ഒരുപോലെ തന്നെ നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ ഇതുപോലെ ഒരു പാനിലായതുകൊണ്ടാണ് കേട്ടോ ഇതുപോലെ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതാ ഞാനിപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് ആക്കിയിട്ട് അത് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. മറിച്ചിട്ട് കൊടുക്കുമ്പോൾ പൊട്ടിപ്പോവാതെ ശ്രദ്ധിക്കണേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതല്ലേ. അപ്പോൾ ഇതാ ഞാൻ ആ ഭാഗം കൂടെ ഒന്ന് ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇനി ഒരു 5 മിനിറ്റൊക്കെ വെച്ചാൽ മതിയാവും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ആ ഭാഗം റെഡി ആയി കിട്ടും. അപ്പോൾ ഇതാ 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ സാധാരണ കേക്കൊക്കെ ബേക്ക് ചെയ്യില്ലേ, വലിയ ചെമ്പട്ടിയിലൊക്കെ വെച്ചിട്ട് ആ ഒരു രീതിയിൽ വേണമെങ്കിലും ഇത് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ആ ഒരു രീതിയിൽ ഞാൻ പിന്നീട് ചെയ്തിട്ട് അപ്ലോഡ് ആക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുക. സിമ്പിളാണ് കേട്ടോ. ഇതായാലും സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഓവനൊക്കെ ഇല്ലാത്തവർക്കായാലും ഈ ഒരു രീതിയിൽ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. ഇനി ഞാനിപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ടല്ലോ. ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് തന്നെ ഫില്ലിങ്സൊക്കെ ആയിട്ട് കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. തണുത്ത് കഴിഞ്ഞാലും നല്ല ടേസ്റ്റാണ്, ചൂടോട് കൂടെ ആയാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഉണ്ടാക്കിയതിൻ്റെ പിറ്റേന്നൊക്കെ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ. അങ്ങനെ പെട്ടെന്നൊന്നും കേടാനൊന്നും ആവില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു കറക്റ്റായിട്ട് തന്നെ ചെയ്തെടുത്താലും പുറത്തുനിന്ന് വാങ്ങുന്ന ആ ഒരു സെയിം ടേസ്റ്റിൽ തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. കണ്ടല്ലോ നല്ല സോഫ്റ്റായിട്ട് തന്നെ ബണ്ണ് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഉൾഭാഗമൊക്കെ കണ്ടോ, കാണാനും നല്ല ഭംഗിയായിട്ട് കഴിക്കാനും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.